നമസ്കാരം. കൂലി എന്ന ചിത്രം ഓഗസ്റ്റ് 14 റിലീസിനെത്തുകയാണ്. ആ 14-ാം തീയതി ചിത്രം കളക്ട് ചെയ്യാൻ പോകുന്നത് 150 കോടി രൂപയാണ്. ഞാൻ പറയുന്നത് തിയേറ്ററിൽ നിന്നും സ്വന്തമാക്കുന്ന പണത്തെക്കാൾ ഉപരി എല്ലാത്തിൽ നിന്നും കിട്ടുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. 150 കോടിയാണ്. നിലവിലെ കണക്കുകൾ പ്രകാരമാണ്. ഇനിയും സിനിമ റിലീസിനെത്താൻ വേണ്ടി ഏകദേശം ഒരാഴ്ചയോളം ബാക്കിയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് തമിഴ് പ്രേക്ഷകരാവട്ടെ, ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരൊട്ടാകെ തന്നെ. കാരണം 150 കോടി എന്ന് പറയാൻ കാരണം സാധാരണയായി ഈ സിനിമ ഒരു 200 കോടിയാണ് ആദ്യ ദിനത്തിൽ കളക്ഷനായിട്ട് കിട്ടും എന്ന് കരുതിയിരുന്നത്. പക്ഷേ സർട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ഒരു വലിയ ഇടിവ് തിയേറ്ററുകളിൽ നിന്നും ഉണ്ടാകും എന്നുള്ള പ്രവചനം ട്രേഡ് അനലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും പോയി തിയേറ്ററിൽ കാണാൻ കഴിയുന്ന സിനിമ ആയിരിക്കില്ലല്ലോ കൂലി. സർട്ടിഫൈഡ് സിനിമ ആയതുകൊണ്ട് തന്നെ അങ്ങനൊരു വലിയ തിരിച്ചടി ഉണ്ടെങ്കിൽ പോലും 150 കോടി എന്നത് പറയുന്നത് ചെറിയ തുകയല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത വിജയ് ചിത്രത്തിന് പോലും ആദ്യ ദിനത്തിൽ 150 കോടി സ്വന്തമാക്കാൻ സാധിക്കാത്തതും നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ പ്രകാരമുണ്ട്. കാരണം തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ മാസ് ഓഡിയൻസിനെ കൊണ്ടുവരാൻ കേപ്പബിളായ ഒരു താരമാണ് തമിഴ്നാട്ടിൽ വിജയ്. ആ വിജയ്ക്ക് പോലും 150 കോടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള കണക്കുകളുണ്ട്. അത് ബ്രേക്ക് ചെയ്യാനാണ് തമിഴ്നാടിലെ തലൈവറായ രജനീകാന്ത് കൂലി എന്ന ചിത്രത്തിലൂടെ എത്തുക എന്നുള്ളതാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിനിമയ്ക്ക് 150 കോടി ആദ്യ ദിനം എന്ന് വളരെ സോളിഡ് പ്രൂഫായിട്ട് അനലിസ്റ്റുകൾ പറയാനുള്ള കാരണവും വിവിധമാണ്. കാരണം ഈ സിനിമയിൽ ഹിന്ദിയിൽ നിന്ന് ആമിർ ഖാനുണ്ട്, തെലുങ്കിൽ നിന്ന് നാഗാർജുനയുണ്ട്, കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയുണ്ട്, മലയാളത്തിൽ നിന്ന് സൗബിനുണ്ട്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളിൽ നിന്ന് താരങ്ങളെ കൊണ്ടുവരുമ്പോഴേക്കും ആ മാർക്കറ്റും കൂടി വൈഡൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശം ലോകേഷിനും രജനിക്കും തുടക്കം മുതൽ തന്നെയുണ്ട്. സൺ പിക്ചേഴ്സും അതുകൊണ്ട് തന്നെയാണ് ജയിലർ എന്ന സിനിമയിൽ യൂസ് ചെയ്ത അതേ ഫോർമുല ഇവിടെ കൂലിയിലും യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം ട്രെയിലർ നമ്മൾ കണ്ടത് ജാക്കി ഷ്രോഫ് ഹിന്ദിയിൽ നിന്ന് വന്നു, ശിവരാജ് കുമാർ കന്നഡയിൽ നിന്ന് വന്നു, അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു താരമായ ലാലേട്ടനും വന്നത്. അങ്ങനെ പല ഇൻഡസ്ട്രികളിൽ നിന്നും താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ ആ സിനിമ ചെയ്തപ്പോഴേക്കും മാർക്കറ്റുകൾ വലുതായി തന്നെ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. അത് സൺ പിക്ചേഴ്സിനും വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് കൂലിയിൽ അവർ എക്സ്ട്രാ റിസ്ക് എടുത്തുകൊണ്ട് പല നാട്ടുകളിൽ നിന്നും താരങ്ങളെ അവർ കൊണ്ടുവന്നത്. പ്രധാനമായും ആമിർ ഖാനെ സത്യം പറഞ്ഞാൽ ലോകേഷും സൺ പിക്ചേഴ്സും ഇപ്പോഴേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല. സിതാരെ സമീൻ പറഞ്ഞ ചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്ത് ആമിർ ഖാൻ കാണിച്ച ഒരു മണ്ടത്തരമാണത്. ആമിർ തന്നെ തുറന്നു പറഞ്ഞു താൻ ലോകേഷുമായിട്ട് അഭിനയിക്കുകയാണ്, കൂലി എന്ന ചിത്രത്തിൽ താൻ ഉണ്ട് എന്നതും പറഞ്ഞത്. കാരണം ആമിർ ഖാന് വേണ്ടി മാത്രം പ്രത്യേകം ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഷൂട്ട് ചെയ്തു. ഏത് റോളക്സ് എന്ന സിനിമയിൽ സൂര്യയെ ഉപയോഗിച്ചതുപോലെ തന്നെ കൂലി എന്ന ചിത്രത്തിൽ ലോകേഷ് ആമിറിനെ യൂസ് ചെയ്തതും അങ്ങനെയാണ്. ഒറ്റ സ്റ്റില്ല് പോലും പുറത്തു വിടാതെ അവിടുത്തെ ആളുകളുടെ എല്ലാം ഫോൺ മാറ്റിവെച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റ് ആമിർ ഖാനുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും അത് സംഭവിച്ചില്ല. ആമിർ തന്നെ തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ നിവൃത്തികെട്ട് സൺ പിക്ചേഴ്സിനും ലോകേഷ് കനകരാജനും അതും പുറത്തു പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് ട്രെയിലറിൽ ആമിർ ഖാന്റെ സീക്വൻസ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയതും ആമിറിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ അത് വലിയൊരു സർപ്രൈസ് ഫാക്ടറായി മാറിയേനെ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ലോകേഷ് കനകരാജ് കൊടുത്ത അഭിമുഖങ്ങൾ ഒരുപാടാണ്. ലോകേഷിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലോകേഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലോകേഷ് കാണാൻ ആഗ്രഹിക്കുന്നത്, അതായത് ജനങ്ങളോടൊപ്പം തിയേറ്ററിൽ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഇന്റർവൽ സീക്വൻസ് ആണെന്നും ലോകേഷ് പറയുന്നുണ്ട്. നമുക്കറിയാം വിക്രം എന്ന സിനിമ ഏറ്റവും കൂടുതൽ ഹൈ ഉണ്ടാക്കിയത് അതിന്റെ ഇന്റർവെൽ സീക്വൻസ് ആണ്. ആ മുഖം മൂടി മാറ്റി കമൽ ഹാസനെ റിവീൽ ചെയ്യുന്ന സീക്വൻസ് ഇന്നും തമിഴ് സിനിമാ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ മറക്കില്ല. അതേ രോമാഞ്ചം, അതേ അഡ്രിനാലിൻ റഷ് കൂലി എന്ന ചിത്രത്തിലും രജനീകാന്തിന് മേൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ഉദ്ദേശവും കൂടി ലോകേഷ് കനകരാജ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു സൈഫൈ ചിത്രമാണോ അല്ലെങ്കിൽ ഇതൊരു ടൈം ട്രാവൽ ചിത്രമാണോ തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഒരുപാട് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതിനും കൃത്യമായ മറുപടി ലോകേഷ് പറയുന്നത് ഇതൊരു സൈഫൈയോ ടൈം ട്രാവൽ സിനിമയോ അല്ല, ഇത് മറ്റൊരു തലത്തിലുള്ള സിനിമയാണ്. എന്താണ് ഈ മറ്റൊരു തലത്തിൽ എന്നുള്ളത് ലോകേഷ് തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും ഇതുവരെ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ കാണാത്ത രീതിയിലുള്ള മേക്കിംഗ് ആണ് ഈ സിനിമയിലുള്ളതെന്ന് ലോകേഷ് കനകരാജ് അവകാശപ്പെടുന്നുമുണ്ട്. മാത്രമല്ല ഈ പ്രൊഡക്ഷൻ കമ്പനിയായ സൺ പിക്ചേഴ്സ് വളരെയധികം ഈ സിനിമയ്ക്ക് മേൽ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ എടുത്തു സൂചിപ്പിക്കണം. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന അപ്ഡേറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ റിലീസ് ചെയ്ത് ഒരു ക്രിക്കറ്റ് ടർഫിൽ ലോകേഷിൻ്റെ ഡയറക്ഷൻ ടീമുകളെല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് പോയി ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു പ്രൊഡക്ഷൻ കമ്പനി അത്രമേൽ ആത്മവിശ്വാസം പുലർത്തുമ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റിന്മേൽ അത്രമാത്രം വിശ്വാസമുള്ളതുകൊണ്ടാണ്. സൺ പിക്ചേഴ്സ് പോലൊരു ബാനർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ബ്രഹ്മാണ്ഡമായ ചിത്രങ്ങൾ നൽകിയ ബാനർ, ഞാൻ പറയുന്നത്
2010 എന്തിരൻ മുതലുള്ള കാര്യമാണ്. അപ്പോൾ മുതലുള്ള വലിയ ബാനറുകളിൽ നിന്നും അപ്പോഴൊക്കെ വരുന്നതിന് മുൻപ് തന്നെ സൺ പിക്ചേഴ്സ് വളരെ എസ്റ്റാബ്ലിഷ് ചെയ്ത ബാനർ കൂടിയാണ്. അവർക്ക് ഒരു സിനിമ ക്ലിക്ക് ആവുന്നതും ഫ്ലോപ്പ് ആവുന്നതും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. രജനീകാന്തിൻ്റെ തന്നെ വാക്കുകളാണിവ. അതുകൊണ്ട് തന്നെ കലാനിധി മാരൻ ഉൾപ്പെടെയുള്ള സൺ പിക്ചേഴ്സ് ഗ്രൂപ്പ് കൃത്യമായി ഈ സിനിമയുടെ പ്രൊമോഷൻ ടാക്ടിക്സ് വർക്ക് ചെയ്യുകയും അത് രാജ്യമൊട്ടാകെ തന്നെ കൂലി എന്നൊരു ബ്രാൻഡ് പുൾ ഓഫ് ചെയ്യാനും അവർക്ക് സാധിച്ചു എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യം കൂടിയാണ്. എന്തായാലും ടിക്കറ്റ് ബുക്കിങ്ങുകൾ 8-ാം തീയതി രാവിലെ 10 മണിക്ക് കേരളത്തിൽ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലൊക്കെ ഇരിക്കുകയാണ്. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞ് 8-ാം തീയതിയാണ്. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സിനിമയും കൂടിയായിട്ട് കൂലി മാറുമ്പോഴാണ് ഇതിനിടയിൽ ആദ്യ ദിനത്തിൽ 150 കോടി രൂപ ചിത്രം നേടും എന്നുള്ള കണക്കുകൾ വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ 1000 കോടിയാണ് കൂലി എല്ലാവരും നേട്ടം വെക്കുന്നത്. കൂലിയുടെ ട്രെയിലറിൻ്റെ കമൻറ്റ് ബോക്സിനൂടെ അല്ലെങ്കിൽ പാട്ടുകളുടെ കമൻറ്റ് ബോക്സിനൊക്കെ അവിടെ കൂലി 1000 crore ബട്ടൺ എന്ന് പറഞ്ഞുള്ള കമൻറ്റ് വളരെയധികം പ്രകടമാണ്. കാരണം തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യമായി 1000 കോടി നേടുന്ന ഒരു ചിത്രമായി കൂലി മാറുമോ എന്നൊരു വലിയ പ്രതീക്ഷ ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം അത്രമാത്രം സ്റ്റാർ കാസ്റ്റുണ്ട്, അത് പുൾ ഓഫ് ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാ രീതിയിലും ഈ സിനിമ 1000 കോടിയിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെയും വിലയിരുത്തൽ. അത് തള്ളിക്കളയുന്നുമില്ല ലോകേഷ് പറയുന്നത് 1000 കോടി കിട്ടിയാൽ സന്തോഷം, പക്ഷേ അത് മാത്രമല്ല താൻ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ലോകേഷ് പറയുന്നത്. എന്തായാലും 1000 കോടിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട് ജനത കാത്തിരിക്കുന്നു. കാരണം തെലുങ്കിൽ നിന്നും അവർ ആ റെക്കോർഡ് സ്വന്തമാക്കി കഴിഞ്ഞു. ആദ്യം തമിഴ്നാട് ഇൻഡസ്ട്രി സ്വന്തമാക്കുമെന്ന് കരുതിയിരുന്ന ആ റെക്കോർഡാണ് തെലുങ്കിൽ രാജമൗലിയുടെ നേതൃത്വത്തിൽ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ബോളിവുഡിൽ അവർ 2000 കോടിയോളം കടക്കുകയും ചെയ്തു. ദങ്കൽ എന്ന ആമീർ ഖാൻ ചിത്രത്തിലൂടെ. അതേ ആമീർ ഖാനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഹിന്ദി മാർക്കറ്റ് എത്രമാത്രം വലുതാക്കാമെന്നുള്ള ആലോചനയും കൂടി വരുന്നത്. വാർ 2 എന്ന സിനിമയെ മറക്കരുത്. ആ സിനിമയും 14-ാം തീയതി റിലീസിനെത്തുകയാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബസ് ഉണ്ടാക്കുന്നത് കൂലി തന്നെയാണ്. കൂലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്.